ഹായ് നമസ്കാരം ഗൈസ്, ട്രിപ്പിംഗ് ഡോണിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ചേർന്ന് ഇവിടുന്ന് ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പേര് ലംബോക് ബീച്ച് എന്നാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ പോകണം. നമ്മളിപ്പോൾ ബാഡിയാൻ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇവിടെ നിർത്തിയതാണ്. നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. What are you gonna order? I don't know, there's a big menu here to look at. Bok choy. This place has really good food though. Everything we've got here is super good. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. So what is this, Veronica? This is mapo eggplant. Very spicy. And with broccoli. Okay. And what are you having? I don't remember. I think it's Beef? with onion and but it's exactly look the same. I think it's the same thing. And Moshe, is that beef? Sizzling beef. Okay. എനിക്ക് മട്ടൻ കറി ആൻഡ് റൈസ്. Don't grab chilies. When you don't grab them, then it's not just something you have to cook for a long time. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിലോട്ട് പോകുന്ന വഴി നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ നമ്മളെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ എൻട്രൻസ് പോയിന്റിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ പേരൊക്കെ എഴുതിയെടുത്ത് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റുള്ളൂ. അത് മാത്രമല്ല, അവർക്ക് ഒരു കറക്റ്റ് കൗണ്ടുണ്ട്, എത്ര പേര് ഉള്ളിലോട്ട് പോകുന്നു, എത്ര പേര് വെളിയിലോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഒരു സമയത്ത് അവർ ഇത്ര ആൾക്കാരെ മാത്രമേ ആ ബീച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഡു യു നോ ഹൗ മെനി പീപ്പിൾ ഓൾറെഡി വെന്റ് ഇൻസൈഡ്? 300. So you allow 300 people to go inside at a time. Okay. കോവിഡിൻ്റെ സമയത്ത് ഇവർ ബീച്ചൊക്കെ ഓപ്പൺ ചെയ്തെങ്കിലും ഇങ്ങനെയാണ് ഇവരിവിടെ എൻട്രൻസും പിന്നെ ഇതിൻ്റെ എക്സിറ്റും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്ര ആൾക്കാരെ മാത്രമേ അവർ ഒരേ സമയത്ത് ബീച്ചിൽ അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്ക് ബീച്ചിലോട്ട് പോകാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്തും. അപ്പോൾ ഒരു 10 പെസോയാണ് ഇവിടെ എൻട്രൻസ് ഫീസ്. അത് നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ 15 രൂപ. ഹലോ. Salamat shopping! Salamat! Welcome to my guys. Welcome. So what is this game? Slipper kick. Slipper kick. Slipper kick. Yeah, yes, How do you play that? I play the slipper kick. It's a right baseball, man. Just like baseball? Yeah. Okay. Oh, you like it? Yeah, let me see how it goes. You wanna try? No, my friends are there, so I have to go back. Just your friend? Yeah. Okay. But it's a really nice game. Oh yeah. Okay, അങ്ങനെ ഒരാൾ ഔട്ടായി. I'm from India. India. Oh, nice country. Nice country. Thank you. You wanna play PUBG? No, I don't play PUBG. Okay. അപ്പോൾ അവരവിടെ കുറച്ച് ഫിലിപ്പിനോസ് സ്ലിപ്പർ കിക്ക് എന്ന് പറയുന്നൊരു ഗെയിം കളിക്കുമായിരുന്നു. അവർ പറയുന്നത് ബേസ്ബോൾ പോലത്തെ ഒരു ഗെയിമാണെന്നാണ്.
ഇത് നല്ല വലിപ്പമുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഈ 300 പേര് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു ക്രൗഡഡ് അല്ല ഇവിടെ. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അധികം ആൾക്കാരില്ല. അവർ പറയുന്ന 300 പേരകത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബീച്ചിന് എങ്ങനെ പോയാലും 1000-ക്കുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട്. പക്ഷേ അവരിപ്പോൾ വെറും 300 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഷെയ്ഡിലാണ് കടലിലോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ വെള്ളത്തിൽ ചില്ല് ചെയ്യാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് പോവാണ്. വെളിയിൽ നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ബോഡിയൊക്കെ നനഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സുഖമുണ്ട്. കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വെള്ളമാണ് ഭയങ്കര ക്ലിയറാണ്. അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, വി സീ സംതിങ്. ഇതൊരു ജെല്ലി ഫിഷാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ നീന്തി പോകും. വേറൊരു സ്റ്റാർ ഫിഷിനെ കാണാം ഇവിടെ നിന്ന്. വെള്ളത്തിന് ജസ്റ്റ് മേളിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ കാണാം. ഒരുപാട് സ്റ്റാർ ഫിഷ് ഉണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, ഇവിടെ ഒരെണ്ണം, എന്താ ഇവിടെ വേറൊരെണ്ണം. ഇവിടെ ഒരുപാടെണ്ണം. ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ കടലിലോട്ട് വന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ മുട്ടിന് മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് നമുക്ക് ചുമ്മാ നടന്നു വരാം. നീന്തൽ അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കുശലം പറഞ്ഞിരിക്കാം. So this is found on which type of fish? All of the fish. Also shellfish. Shellfish is the most common parasite in the fish. Like 80%, 90% of the fish have these parasite. And കുശലം പറഞ്ഞ് അത് വളരെ പെട്ടെന്നാണ് തള്ളലായി മാറിയത്. അപ്പോൾ ഞങ്ങൾ ടേൺ ബൈ ടേൺ തള്ളി തുടങ്ങി. ഞങ്ങളുടെ തള്ളലുകൾ കടലിന് ശരിക്കും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. കടൽ തൻ്റെ തിരമാലകൾ വെച്ച് തിരിച്ച് ഞങ്ങളെ തള്ളി തുടങ്ങി. കടലിനെ അധികം വേർപ്പിച്ച് ഇനി ഒരു സുനാമിക്ക് കാരണമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലംബോക് ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോഗ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ പുതിയൊരു സ്ഥലമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സംഭവമായിട്ടോ നമുക്ക് അടുത്ത തവണ കാണാം. ടിൽ ദെൻ ബൈ.